ലക്ഷ്മി കണ്ണു തുറന്നു. ആദ്യം അന്വേഷിച്ചത് ബാലഭാസ്കറിനെയും മകളെയും. കള്ളം പറഞ്ഞ് ബന്ധുക്കൾ. ഈ അടുത്ത കാലത്ത് പ്രേക്ഷകരെ മുഴുവൻ ഒരുപോലെ സങ്കടത്തിലാക്കിയ വിയോഗമായിരുന്നു സംഗീതജ്ഞൻ ബാലഭാസ്കറിൻ്റേത്. ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുന്നത്. മകൾ തേജസ്വിനി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ഭാര്യ ലക്ഷ്മിയും ബാലഭാസ്കറും അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഒക്ടോബർ 2 പുലർച്ചെയോടെയായിരുന്നു ബാലഭാസ്കർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. എല്ലാവർക്കും അല്പനേരത്തെ പ്രതീക്ഷ സമ്മാനിച്ചതിനു ശേഷമായിരുന്നു ബാലഭാസ്കർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ്. ലക്ഷ്മിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ലക്ഷ്മിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെങ്കിലും ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിലാണ്. വെന്റിലേറ്ററിന്റെ സഹായം 80% കുറച്ചിട്ടുണ്ട്. എല്ലാം കാണാനും കേൾക്കാനും തിരിച്ചറിയാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ വെന്റിലേറ്ററിൽ നിന്ന് പൂർണ്ണമായി മാറ്റാത്തതുകൊണ്ട് അധികം സംസാരിക്കാൻ കഴിയുന്നില്ല. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ആദ്യം അന്വേഷിച്ചത് ഭർത്താവ് ബാലഭാസ്കറിനെയും മകൾ തേജസ്വിനിയുമായിരുന്നു. ബോധം വീഴുമ്പോൾ ലക്ഷ്മി ഇവരെക്കുറിച്ചാണ് അന്വേഷിക്കാറുള്ളത്. എന്നാൽ ഇവർ ചികിത്സയിലാണെന്നാണ് ബന്ധുക്കൾ ലക്ഷ്മിയോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മകളെയും ഭർത്താവിനെയും കാണണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയിരുന്നു. എന്നാൽ പിന്നീട് അബോധാവസ്ഥയിൽ ആകുകയുമായിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ബന്ധുക്കൾ ഇക്കാര്യം ലക്ഷ്മിയോട് തുറന്നു പറയാതിരിക്കുന്നത്. സിനിമയിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിമി ബസാർ.